എല്ലാവർക്കും നമസ്കാരം. അനിൽ ജോസാണ്. ഹ്യൂമൻ വെൽനസ് സ്റ്റഡി സെൻറ്റർ എന്ന പ്ലാറ്റ്ഫോമിനെ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് നമ്മളിന്ന് ഒരുമിച്ചിരിക്കുന്നത്. ഓരോ മനുഷ്യരുടെയും ഏറ്റവും പ്രധാനപ്പെട്ടതും സന്തോഷകരവുമായ ഒരു വിഷയമാണ് ലൈംഗികത. ഒരുപക്ഷെ മനുഷ്യർക്ക് ലഭ്യമായ ഏറ്റവും സുഖപ്രദവും സന്തോഷകരവുമായ ജീവിതം നയിക്കാൻ വേണ്ടി ലൈംഗികതയെ ഉപയോഗിക്കാമെങ്കിലും ഇന്നത്തെ കാലത്ത് മതങ്ങളും രാജ്യവും ലൈംഗികത നിയന്ത്രിച്ചുകൊണ്ടാണ് മനുഷ്യരുടെ സുഖവും സന്തോഷവും ഇല്ലാതാക്കുന്നത്. ഓരോ മനുഷ്യർക്കും അവരവർക്ക് വേണ്ട ലൈംഗികത എന്താണെന്ന് തിരിച്ചറിയാൻ ഇന്നത്തെ സാഹചര്യത്തിൽ ശാസ്ത്രം പോലും സഹായകരമാകുന്നില്ല. ഈ അവസരത്തിലാണ് ഹ്യൂമൻ വെൽനസ് സ്റ്റഡി സെൻറ്റർ 2011 മുതൽ കേരളത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഓരോ മനുഷ്യരുടെ പ്രത്യേകതകൾ അനുസരിച്ച് അവർക്കാവശ്യമായ ലൈംഗികത അവർക്കാവശ്യമായ അളവിൽ അവർക്ക് പറ്റുന്ന ആൾക്കാരുമായിട്ട് സാധിക്കാൻ ഹ്യൂമൻ വെൽനസ് സ്റ്റഡി സെൻറ്റർ സഹായിക്കുന്നു. ലൈംഗികതയെക്കുറിച്ച് കൃത്യമായിട്ട് അറിയാൻ, ലൈംഗികതയെ മനസ്സിലാക്കാൻ, അതിനെക്കുറിച്ചുള്ള തെറ്റായ ധാരണകളും മതപരമായ ശാസനകളും ഒഴിവാക്കി അതിൻ്റേതായ രീതിയിൽ ആസ്വദിക്കാൻ സാഹചര്യമൊരുക്കുകയാണ് ഹ്യൂമൻ വെൽനസ് സ്റ്റഡി സെൻറ്റർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. 2011 മുതൽ കേരളത്തിലെ വിവിധ ഭാഗങ്ങളിൽ ഏകദിന ശില്പശാലകളും റെസിഡൻഷ്യൽ ക്യാമ്പുകളും ഹ്യൂമൻ വെൽനസ് സ്റ്റഡി സെൻറ്റർ നടത്താറുണ്ട്. കോഴിക്കോട് മുതൽ തിരുവനന്തപുരം വരെ പല ഭാഗങ്ങളിലായിട്ട് 2018 വരെ പ്രോഗ്രാംസ് നടത്തിയിരുന്നു. അതിനുശേഷം ഒരു ഗ്യാപ്പ് വന്നു. പിന്നീട് 2023 അട്ടപ്പാടിയിൽ ഒരു ക്യാമ്പോടുകൂടി ഹ്യൂമൻ വെൽനസ് സ്റ്റഡി സെൻറ്ററിൻ്റെ പ്രവർത്തനങ്ങൾ പുനരാരംഭിച്ചത്. അതിനുശേഷം കണ്ണൂർ മുതൽ വിവിധ ഭാഗങ്ങളിൽ ഏകദിന ശില്പശാലകൾ നമ്മൾ നടത്തിയിരുന്നു. ലൈംഗികത എന്ന് പറയുന്ന സമയത്ത് നമ്മുടെ മനസ്സിലേക്ക് ഓടി വരുന്നത് വാതിൽ കുറ്റിയിട്ട് ലൈറ്റ് ഓഫ് ചെയ്ത് തുണി ഊരിയിട്ട് എന്തോ ചെയ്യുന്നതാണെന്നാണ് അല്ലേ? ലൈംഗികത അതേയല്ല. ലൈംഗികത എന്താണെന്ന് മനസ്സിലാക്കണമെങ്കിൽ അതിനെക്കുറിച്ച് കൃത്യമായ ധാരണകൾ, ശാസ്ത്രീയമായ അറിവുകൾ നമുക്കുണ്ടാകേണ്ടതുണ്ട്. കൃത്യമായ ധാരണകളാണ് ശരിയായ തീരുമാനത്തിലെത്താൻ നമ്മളെ സഹായിക്കാമെന്നറിയാമല്ലോ. ഹ്യൂമൻ വെൽനസ് സ്റ്റഡി സെൻറ്റർ മനുഷ്യരുടെ വ്യത്യസ്ത അറിവുകളെക്കുറിച്ച്, വ്യത്യസ്ത രീതികളെക്കുറിച്ച്, വ്യത്യസ്ത സംസ്കാര വിഷയങ്ങളെക്കുറിച്ച് സംസാരിക്കാനും ധാരണകൾ ഉണ്ടാക്കാനുമാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. നിലവിൽ ഹ്യൂമൻ വെൽനസ് സ്റ്റഡി സെൻറ്ററിൻ്റെ പ്രവർത്തനങ്ങളെ 3 നമുക്ക് തരംതിരിക്കാം. ഈ 3 പ്രവർത്തനങ്ങളും ഇതുവരെയുള്ള വിവിധ ക്യാമ്പുകൾ വഴിയോ ശില്പശാലകൾ വഴിയോ രൂപപ്പെട്ടു വന്നതാണ്. ഏകദേശം 20-നടുത്ത് ക്യാമ്പുകളും വർക്ക്ഷോപ്പുകളുമാണ് ഇതുവരെ നമ്മൾ നടത്തിയിരിക്കുന്നത്. ഇതിലൂടെ 1000-ലധികം പേരുമായിട്ട് നേരിട്ട് സംവദിക്കാൻ ഹ്യൂമൻ വെൽനസ് സ്റ്റഡി സെൻറ്റർ പ്രവർത്തകർക്കായിട്ടുണ്ട്. ഹ്യൂമൻ വെൽനസ് സ്റ്റഡി സെൻറ്ററിൻ്റെ വിവിധ പ്രവർത്തനങ്ങളെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കുന്നത്, ഇതിനോട് യോജിച്ച് പ്രവർത്തിക്കാനോ ഇതിൽ നിന്ന് അറിവുകൾ ശേഖരിച്ച് സുഖകരവും സന്തോഷകരമായ ജീവിതം നമുക്ക് നയിക്കാനോ നമ്മളെ പര്യാപ്തരാകും.